ഓം നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയുന്ന വിഷയം, ശനി വക്രഗതിയിൽ സഞ്ചരിക്കും. ജൂലൈ 13 മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് 7 രാശിക്കാർക്ക് കോടീശ്വര തുല്യമായിട്ടുള്ള യോഗ ഫലങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ യോഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ശനി എന്ന് പറയുമ്പോൾ കർമ്മകാരകനായിട്ടാണ് നിൽക്കുന്നത്. കർമ്മകാരകനായിട്ടുള്ള ശനി ഗ്രഹം വക്രഗതിയിൽ ജൂലൈ 13 മുതൽ സഞ്ചാരം തുടങ്ങുകയാണ്. ഒരുവൻ്റെ അല്ലെങ്കിൽ ഒരു ജാതകൻ്റെ കർമ്മത്തിനനുസരിച്ച് ഗുണവും ദോഷവുമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ശനി. ഈ ശനി തരുന്ന ഫലങ്ങളെന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലുള്ള ഫലമായിരുന്നാലും അത് സ്ഥിരമായിട്ടുള്ളതായിരിക്കും, തിരിച്ചെടുക്കപ്പെടുന്നതല്ല. നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും അത് സ്ഥിരമായി നിൽക്കുന്ന ഒരു ഫലമായിട്ടായിരിക്കും വരുന്നത്. ആയതിനാൽ തന്നെ ശനി ദശാകാലം, ശനിയുടെ അപഹാരകാലം, ശനി മറ്റ് ദോഷങ്ങൾ നിൽക്കുന്ന കാലം എന്നിവ ജാതകത്തിൽ ഉള്ളവരും മറ്റ് ശനിയുടെ ദൃഷ്ടിദായകങ്ങളായിട്ടുള്ള സ്വാധീനമുള്ള ജാതകരുമൊക്കെ തങ്ങളുടെ പ്രവർത്തികളിൽ, ചെയ്യുന്ന കാര്യങ്ങളിൽ നന്മ കൊണ്ടുവരുവാൻ ശ്രമിക്കുക. നല്ലത് ചെയ്യുക, അസത്യം പറയാതിരിക്കുക, സത്യം മാത്രം ചെയ്യുക, വഞ്ചന, ചതി, മറ്റുള്ളവൻ്റെ പണം അപഹരിക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാറ്റിവെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അതുവഴി ശനിദോഷ പരിഹാരം കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ശനിയുടെ വക്രഗതിയിൽ രാശിയിൽ വരുന്ന പൊതുഫലങ്ങളാണ് വിവരിക്കുന്നത്. ഓരോ ജന്മത്തിൻ്റെയും രാശിചക്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണദോഷ ഫലങ്ങളിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും എന്നുള്ളത് കൂടി ഓർമ്മിക്കുക. കൂടാതെ ഈ സമയത്ത് ഈ ഫലങ്ങളെ കൂടി മുൻനിർത്തി നിങ്ങൾ നിങ്ങളുടെ ജനനജാതകം കൂടി വിചിന്തനം നടത്തി ഗ്രഹസ്ഥാനങ്ങൾ മനസ്സിലാക്കുകയും നിലവിലെ ദശ, അന്തർദശ, അപഹാരം എന്നിവ മനസ്സിലാക്കി യഥാവിധി ദോഷപരിഹാരങ്ങൾ കൂടി നടത്തിയാൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നിവ വിട്ടകന്ന് പോകുന്നതുമായിരിക്കും. ഇവിടെ മീനം രാശിയിലാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. ആയതിൻ്റെ ഫലമായി നിലവിൽ ശനിദോഷങ്ങൾ അനുഭവിക്കുന്ന ജാതകർക്ക്, കണ്ടകശനി, അഷ്ടമശനി, അർദ്ധാഷ്ടമശനിയൊക്കെ അനുഭവിക്കുന്ന ഒരു ജാതകർക്ക് ഈ സമയം ഒരു ആശ്വാസം ഉണ്ടാകുന്നൊരു സമയമായിരിക്കും. നവംബർ അവസാനം വരെയും ശനി വക്രഗതിയിലായിരിക്കും സഞ്ചാരം. ഇവിടെ ശനിയുടെ ഈ വക്രഗതി മൂലം ദോഷഫലങ്ങൾ മാറി വരുന്ന ഒരു രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ്. ഈ മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത്. നിലവിലിപ്പോൾ 7 ശനി അനുഭവത്തിലുള്ളവരാണ് മേടം രാശിക്കാർ. ഈ വക്രഗതി, ശനിയുടെ വക്രഗതി, അതായത് ശനിയുടെ പിന്നോട്ടുള്ള സഞ്ചാരം നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ മേടം രാശിക്കാർ ഇപ്പോൾ അനുഭവിച്ച് വരുന്നത് വളരെ ദുഃഖിതമായിട്ടുള്ള, ബുദ്ധിമുട്ടുകളായിട്ടുള്ള കാര്യങ്ങളാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, കാര്യങ്ങളിലെ തടസ്സങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെ അനുഭവിച്ച് വരുന്നവരാണ് മേടം രാശിക്കാർ. പ്രധാനമായിട്ടും വരവിനേക്കാൾ ചിലവ് ഉണ്ടാകുന്നൊരു സമയം. ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവർ, കടബാധ്യതകൾ, ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മാനസിക പിരിമുറുക്കം, മാനസിക പ്രശ്നം, സ്വസ്ഥതയില്ലായ്മ, ദുഃഖം, അലച്ചിൽ, ആവശ്യമില്ലാതെ യാത്രകൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ അനുഭവിച്ച് വന്നവരാണ് ഇപ്പോൾ മേടം രാശിക്കാർ. ഈ ഒരു സമയം മേടം രാശിക്കാർക്ക് ധനപരമായിട്ടുള്ള ഉന്നതി ഉണ്ടാകുമെന്നുള്ളതാണ് വക്രഗതിയിൽ ശനിയുടെ സഞ്ചാര നിമിത്തം. കൂടാതെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും, തൊഴിലിൽ പുരോഗതി വന്നു ചേരും, ഭാഗ്യകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും, മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചെടുക്കുവാൻ സാധിക്കും. ആ ഒരു യോഗം വന്നു ചേരുന്നതാണ്. തൊഴിലിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ എന്നിവയെല്ലാം മാറിക്കിട്ടി പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതകളും വന്നു ചേരുകയും ചെയ്യുന്നൊരു സമയമാണ്. കൂടാതെ തന്നെ വിദേശത്ത് ജോലി നോക്കുന്നവർക്ക്
അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ മുന്നിൽ വരികയും വിദേശയാത്രയ്ക്കുള്ള യോഗം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. തുടർന്ന് വരുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിയിലെ മകയിരം, പുണർദം, തിരുവാതിര എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽ വരുന്നത്. മിഥുനം രാശിക്കാർക്ക് ഈ സമയത്ത് കണ്ടകശനിയുടെ കാലഘട്ടമാണ്. നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടകശനിയുടെ കാലഘട്ടമാണ്. മുന്നേ പറഞ്ഞതുപോലെ കണ്ടകശനിയുടെ കാലഘട്ടം തുടങ്ങുമ്പോൾ തന്നെയും മിഥുനം രാശിക്കാർ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വന്ന സമയം തന്നെയാണ്. പല രീതിയിലും തൊഴിൽപരമായിട്ട് തകർച്ചകളും ബിസിനസ്സിൽ തകർച്ചകളും ധനപരമായിട്ടുള്ള നഷ്ടങ്ങളും ധനവ്യയവും കുടുംബത്തിലെ പ്രശ്നങ്ങളുമൊക്കെ അനുഭവിച്ച് വന്നവരാണ് മിഥുനം രാശിക്കാരും. ഇതിൽ പ്രധാനമായിട്ടും മിഥുനം രാശിക്കാർക്ക് വന്നിട്ടുള്ളത് ശിരോരോഗങ്ങളോ നാഡീ സംബന്ധമായ അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ, നടുവേദന, കൈകാല് വേദന, അങ്ങനെയുള്ള വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വളരെ മൂർച്ഛിച്ച് വരുന്ന ഒരു സമയം തന്നെയായിരിക്കും. വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഇരിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും മിഥുനം രാശിക്കാർക്ക്. മിഥുനം രാശിക്കാർക്കും ശനിയുടെ വക്രഗതി ജൂലൈ 13, അതായത് ഇന്നു മുതൽ ശനിയുടെ വക്രഗതി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ശുഭകരമായിട്ടുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഈ സമയത്ത്. ഈ ശനിയുടെ വക്രഗതി മൂലം മിഥുനം രാശിക്കാർക്ക് കുറേ നല്ല ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിൽ. തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയാണ് പ്രധാനമായിട്ടും കാണുന്നത്. ബിസിനസ്സിലായിരുന്നാലും അർദ്ധ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഉന്നതികൾ പ്രതീക്ഷിക്കാം. ജോലിയിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ്, ബിസിനസ് നടത്തുന്നവർക്ക് അതിൽ നിന്ന് ഉന്നതി ഉണ്ടാകുന്ന ഒരു രീതിയിലുള്ള വളർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടാതെ തന്നെ ഈ ഒരു ബിസിനസ് നടത്തുന്നവർക്ക് അതിൻ്റെ തന്നെ പല ശാഖകൾ ആരംഭിക്കുവാൻ സാധിക്കുന്നൊരു സമയമാണ്. മിഥുനം രാശിക്കാർക്ക് 10ാം ഭാവത്തിലാണ് ശനിയുടെ സഞ്ചാരം. 10ാം ഭാവം എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ് ശനി സഞ്ചരിക്കുന്നത്. ഇത് 10ാം ഭാവം എന്ന് പറയുന്ന ഒരു ജീവന സ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ എടുക്കുമ്പോൾ മിഥുനം രാശിക്കാരുടെ ഉന്നതി ആണ് ഈ സമയത്ത് ഉണ്ടാകുന്നത് എന്ന് തന്നെ ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. നിലവിലിപ്പോൾ അനുഭവിച്ച് വന്നിരുന്നൊരവസ്ഥ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഇപ്പോൾ മിഥുനം രാശിക്കാർ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റൊരാളുടെ വിലയിരുത്തലുകളിൽ വളരെ താഴ്ന്ന രീതിയിലായിരിക്കും കണക്കാക്കുന്നത്. അതിൽ കുറ്റങ്ങൾ കണ്ടെത്തുക, അതിൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുക എന്ന രീതിയിൽ നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് ചെയ്താലും അത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ അത് ശരിയായിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കാര്യമായിരിക്കും നമ്മൾ കേൾക്കേണ്ടി വരിക എന്നുള്ളൊരു അവസ്ഥ മാറി നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനും തടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കുവാനും മറ്റുള്ളവരെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടുവാനും ഒക്കെ ഈ ഒരു സമയം വളരെ ഉപയോഗപ്രദമായി തീരുന്നതായിരിക്കും. ഈ ഒരു സമയം വിദേശയാത്രയ്ക്കും നല്ലൊരു സമയമാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. കൂടാതെ വിദേശത്ത് നിലവിൽ ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു സമയം അഭിവൃദ്ധികൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളും നേരത്തെ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞതുപോലെ തന്നെ ജാതകം പരിശോധിച്ച് യഥാവിധി ഗ്രഹസ്ഥാനങ്ങൾ മനസ്സിലാക്കി ദോഷപരിഹാരങ്ങൾ നടത്തുക. കൂടാതെ നവഗ്രഹ പൂജയ്ക്ക് കൊടുക്കുക. നവഗ്രഹ പൂജ മാസത്തിൽ ഒരിക്കലെങ്കിലും നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. ശനിദോഷ പരിഹാരങ്ങൾക്കായിട്ട് ഉള്ള പരിഹാരങ്ങൾ, നീരാഞ്ജനം, അയ്യപ്പ ക്ഷേത്ര ദർശനം എന്നിവയൊക്കെ നടത്തുന്നത് ഈ ഒരു സമയത്ത് വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. ചെയ്യുന്ന പ്രവർത്തികൾ കൂടി നമ്മൾ നല്ല രീതിയിൽ ചെയ്യുക എന്ന് ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ കർമ്മകാരകനാണ് ശനി. നമ്മൾ ചെയ്യുന്ന കർമ്മം ഏതാണോ അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ശനിയുടെ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതാണ്. ദോഷമായിട്ടായിരുന്നാലും ഗുണകരമായിട്ടായിരുന്നാലും തരുന്നത് അത് തന്നത് തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്ക് സത്യസന്ധമായി നീതി പുലർത്തി കാര്യങ്ങൾ ചെയ്യുവാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തുടർന്ന് വരുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങരാശിയിൽ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്ര ജാതകരാണ് വരുന്നത്. ഈ ശനിയുടെ വക്രഗതി മൂലം കൂടുതലായിട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു രാശിയാണ് ചിങ്ങം രാശി എന്ന് പറയുന്നത്. നിലവിൽ ചിങ്ങം രാശിക്കാരുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അഷ്ടമ ശനി അനുഭവിച്ച് വരുന്ന ഒരു കാലഘട്ടമാണ് ചിങ്ങം രാശിക്കാർക്ക്. ബുദ്ധിമുട്ടുകളുടെ ഒരു കാലമാണ്. എല്ലാ ചിങ്ങം രാശിക്കാരെയും അഷ്ടമശനി അത്ര അധികം ബാധിച്ചിരിക്കുന്നില്ല. അതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല ഗ്രഹത്തിൻ്റെ ദശാകാലത്ത്
അല്ലെങ്കിൽ നല്ല ദൃഷ്ടിയോട് നിൽക്കുന്ന ജാതകത്തിൽ നല്ല ദൃഷ്ടിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ കാലഘട്ടമായതുകൊണ്ട് അങ്ങനെയുള്ള ചിങ്ങം രാശിക്കാർക്ക് അഷ്ടമശനി അത്രയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നില്ല. അഷ്ടമശനിയുടെ കാലം എന്ന് പറയുമ്പോൾ ശനി അതിൻ്റെ പൂർണ്ണ ശക്തിയിൽ ശനിദോഷങ്ങൾ പ്രഹരമാക്കി തരുന്ന രീതിയിൽ ജാതകത്തിൽ നിൽക്കുന്ന ജാതകർക്ക് അഷ്ടമശനി വളരെ ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഈ അഷ്ടമശനിയുടെ ഈ ഒരു കാലഘട്ടം അനുഭവിക്കുന്ന ചിങ്ങം രാശിക്കാർ പ്രധാനമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ മുതിർന്ന ജനങ്ങൾക്കോ അല്ലെങ്കിൽ ജാതകന് തന്നെയോ ആരോഗ്യകരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വാഹനത്തിൽ നിന്നോ ഉയരങ്ങളിൽ നിന്നോ ഉള്ള വീഴ്ചകൾ, അംഗവൈകല്യം കാരണങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തൊഴിൽ തടസ്സങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, പരീക്ഷയിൽ വിജയഫലം കുറവായിട്ട് വരിക, അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളും കടബാധ്യതകളും ധനം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിട്ടുള്ള അവസ്ഥകൾ അങ്ങനെയൊക്കെ അനുഭവിച്ച് വരുന്നവരാണ് ഇപ്പോൾ ഈ ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർ. കൂടാതെ തന്നെ ഈ അഷ്ടമശനിയുടെ കാലഘട്ടത്തിൽ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ ഒക്കെ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥയും ചിങ്ങം രാശിക്കാരുടെ അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവരെ കൊണ്ടുണ്ടാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ചെയ്യാത്ത പ്രവർത്തികൾക്ക് പഴി കേൾക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകും. അതുവഴി മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് വരുന്നവരാണ് ചിങ്ങം രാശിക്കാർ. ആ രാശിയിൽ വരുന്ന, അതായത് ചിങ്ങം രാശിയിൽ വരുന്നവർക്ക് ഈ ശനിയുടെ വക്രഗതി മൂലം ഇതിൽ നിന്നുള്ളൊരു മോചനമാണ് ഇപ്പോൾ ലഭിക്കുവാൻ പോകുന്നത്. നല്ല സന്തോഷങ്ങൾ, അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഇനി ശനി നിങ്ങൾക്ക് തരുവാൻ പോകുന്നത്. ഇന്നു മുതലുള്ള ഈ ശനിയുടെ വക്രഗതിയിലെ സഞ്ചാര നിമിത്തം ചിങ്ങം രാശിക്കാർക്ക് പെട്ടെന്നുള്ളൊരു മാറ്റമായിരിക്കും ഉണ്ടാകുന്നത്. ഇന്നു മുതൽ വക്രഗതിയിൽ വരുന്ന ശനിയുടെ ഫലങ്ങൾ ഒരു 2 ദിവസം 3 ദിവസം മാറിയായിരിക്കും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. നിങ്ങൾ തടസ്സത്തിലുണ്ടായിരുന്ന നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ അത് തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണമോ കരാറുപരമായിട്ടുള്ള തൊഴിലോ കാര്യങ്ങളോ ഏത് തന്നെ ആയിരുന്നാലും അത് തടസ്സങ്ങളൊക്കെ മാറി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായിരിക്കും. മംഗളകരമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുവാനും കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുവാനും സാധിക്കും. കുടുംബത്തിലുള്ളവർക്കോ ജാതകർക്കോ വന്നു പെട്ടിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ഔഷധ സേവയിൽ നല്ല ഫലങ്ങൾ 100% നല്ല ഫലങ്ങൾ കണ്ടു വരുവാൻ അല്ലെങ്കിൽ കണ്ടു തുടങ്ങുവാൻ സാധിക്കും. ആ ഔഷധ സേവ കൊണ്ട് രോഗങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണിത്. ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടും സന്തോഷത്തോടെ ചേർച്ചയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സന്താനങ്ങൾ കൊണ്ട് അഭിമാനങ്ങൾ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള ഈ സമയം, ഈ ചിങ്ങം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സങ്ങളൊക്കെ മാറി പരീക്ഷകളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏത് രീതിയിലെടുത്താൽ തന്നെയും ചിങ്ങം രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഇന്നു മുതൽ വരാൻ പോകുന്നത് വളരെ നല്ല രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. പല തടസ്സങ്ങളും മാറി ജീവിതം നല്ല രീതിയിൽ ഒരു കരക്കടുപ്പിക്കുവാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള യോഗഫലങ്ങളായിരിക്കും നിങ്ങളെ തേടി വരുന്നത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് വരുന്നത് കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങൾ. ഈ കന്നിരാശിക്കാർക്കും നിലവിൽ കണ്ടകശനി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് ഈ കന്നി രാശിക്കാർക്ക്, അതായത് കണ്ടകശനി നടക്കുന്ന ഈ ഒരു സമയത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. തടസ്സങ്ങൾ, എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ, അത് കൂടാതെ തന്നെ മാനസികമായിട്ടുള്ള ദുഃഖം, ഈശ്വരൻ്റെ അനുഗ്രഹം കുറവായി വരുന്ന ഒരു സമയം എന്നീ കാര്യങ്ങളൊക്കെ കന്നിരാശിക്കാർ അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 7ാം ഭാവത്തിലാണ് കന്നിരാശിക്കാർക്ക് ശനി വരുന്നത്. 7ാം ഭാവം എന്ന് പറയുന്നത് കളത്ര ഭാവമായിട്ടാണ് വരുന്നത്. അപ്പോൾ 7ാം ഭാവം കളത്ര ഭാവമായിട്ട് വരുന്നത് കൊണ്ട് ഇവിടെ കണ്ടകനായിട്ട് 7ാം ഭാവത്തിൽ കണ്ടകനായിട്ട് നിൽക്കുന്ന ശനി ദാമ്പത്യ ജീവിതത്തിൽ, പ്രണയ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നുള്ളതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന രീതിയിൽ വരെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായി വരുന്നതാണ്. ഭാര്യ ഭർത്താവ് തമ്മിൽ വിവാഹമോചനങ്ങൾ വരെ ആയിത്തീരുന്ന സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള യോഗങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്
കന്നിരാശിക്കാർക്ക് നിലവിൽ അനുഭവിച്ച് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത്, ജീവിതത്തിലേക്ക് വരുന്ന പല കാര്യങ്ങളും, സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളും നേട്ടങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളും തൊട്ടടുത്ത് കയ്യെത്തുന്ന ദൂരം വരെ എത്തിയിട്ട് തടസ്സമായിട്ട് അവിടെ വെച്ച് മുടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനൊക്കെ വിപരീതമായിട്ട് ഉള്ള ഫലങ്ങൾ, അതായത് ഇപ്പോൾ ദോഷ കാലഘട്ടത്തിൽ അനുഭവിച്ച് വരുന്നതിൻ്റെ വിപരീതമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കാനുള്ള ഒരു സമയമാണ് ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാര നിമിത്തം നിങ്ങൾക്ക് കൈവരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മസ്ഥാനം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ സത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർമ്മകാരകനാണ് ശനി. ഒരാളുടെ കർമ്മം അനുസരിച്ചായിരിക്കും ശനിയുടെ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതാണ്. ഇനി കുറച്ച് നാൾ, ഒരു 4 മാസക്കാലത്തോളം ശനി നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ളതിൽ സംശയമില്ല. ഈ ഒരു സമയം കന്നിരാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ നടത്തി വരുന്നവർക്ക് അത് തടസ്സത്തിൽ കിടക്കുന്ന, ബുദ്ധിമുട്ടായിട്ട് കോടതി കേസ് വഴക്ക് അങ്ങനെയുള്ള രീതിയിലൊക്കെ കിടക്കുന്ന തർക്കഭൂമിയായിട്ടൊക്കെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ സാധിച്ചെടുക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ്. ഭൂമിപരമായിട്ടുള്ള കച്ചവടങ്ങൾ വിജയകരമാക്കി എടുക്കുവാൻ സാധിക്കും. ഭൂമിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടിരിക്കുന്ന കാശ് നഷ്ടമാകാതെ തന്നെ ആ ഭൂമി രേഖാപൂർവം നമുക്ക് എഴുതി സ്വന്തമായിട്ട് എടുക്കുവാനുള്ളൊരു സമയം തന്നെ വന്നു ചേരും. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യങ്ങളിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. അവരുടെ ഉപരിപഠനം അല്ലെങ്കിൽ നിലവിലെ പഠന കാര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കൊണ്ടുപോകുവാനും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇപ്പോൾ. അതുകൂടാതെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകുന്നൊരു സമയമാണ്. ധനപരമായിട്ട് ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുകയും ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. ചില പ്രണയ ബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കുവാനും സാധ്യതയുള്ള ഒരു സമയം കൂടിയാണിത്. തുടർന്ന് വരുന്നത് ധനുരാശിയാണ്. ഈ ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത്. ഈ ധനുരാശിയിൽപ്പെട്ട ഈ നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ നിലവിൽ അർദ്ധാഷ്ടമ ശനി നടന്നു വരുന്ന ഒരു സമയമാണ്. അർദ്ധാഷ്ടമ ശനി എന്ന് പറയുമ്പോൾ അഷ്ടമശനിയുടെ പകുതി ദോഷമായിട്ടാണ് അർദ്ധാഷ്ടമ ശനിയെ കണക്കാക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് 4-ാം ഭാവത്തിലെ ശനിയുടെ സഞ്ചാരം തന്നെയാണ്. അപ്പോൾ ധനുരാശിക്കാർക്കും ഈ അർദ്ധാഷ്ടമ ശനി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ മാനസികമായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് വരുന്ന ഒരു സമയം. മാനസിക പിരിമുറുക്കം, നേരായ രീതിയിലുള്ള തീരുമാനങ്ങളൊന്നും എടുക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ, കുടുംബപരമായിട്ടായിരുന്നാലും ദാമ്പത്യപരമായിട്ടായിരുന്നാലും ഒക്കെ ഉണ്ടായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, കുടുംബത്തിലെ അംഗങ്ങൾക്കോ ജാതകനോ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുമൂലമുണ്ടാകുന്ന ധനനഷ്ടം, മാനസിക പ്രശ്നങ്ങൾ, സന്താനങ്ങളുടെ കാര്യങ്ങളിലെ തടസ്സങ്ങൾ, അതുവഴിയുള്ള വരുന്നതുമായിട്ടുള്ള മാനസിക പ്രശ്നം, ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടത്തിയെടുക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥ, ഒരു സ്ഥലത്തും ഒരു കാര്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ വരുന്നൊരവസ്ഥ, ഒരിടത്തും അംഗീകരിക്കാത്ത ഒരവസ്ഥ, മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള ഏറെ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നവരാണ് ഈ അവസരത്തിൽ ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്ര ജാതകർ. ഈ ജാതകർക്കൊക്കെ ഇന്നു മുതൽ ജൂലൈ 13 ഇന്നു മുതൽ ശനിയുടെ വക്രഗതിയിലെ സഞ്ചാര നിമിത്തം ഈ ദോഷങ്ങളിലൊക്കെ ഫലങ്ങൾ വിപരീതമായിട്ട് സംഭവിക്കാൻ പോവുകയാണ്. നല്ല ഫലങ്ങളായിരിക്കും ഇനി ശനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രദാനം ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. ഇനിയുള്ള ഈ സമയമെന്ന് പറയുമ്പോൾ സകല പ്രശ്നങ്ങളും വഴിമാറിത്തരുന്ന രീതിയിലുള്ളതായിരിക്കും ഇനിയുള്ള നാളുകൾ എന്ന് പറയാം. ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കൂടാതെ തന്നെ സന്തോഷം, ഐശ്വര്യം എന്നിവ വന്നു ചേരുക, ആരോഗ്യപരമായിട്ടുള്ള ഉണർവ് ഉണ്ടാവുക, ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കുക, വിദ്യാവിജയം വന്നു ചേരുന്ന സമയം, കുടുംബത്തിൽ വിവാഹ യോഗം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സമയം, അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാര നിമിത്തം ധനുരാശിക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അർദ്ധാഷ്ടമ ശനി നടന്നു വരുന്നൊരു കാലമാണ്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ
ബന്ധുക്കൾ ശത്രുക്കളായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം. ആ ബന്ധുക്കളൊക്കെ അല്ലെങ്കിൽ സഹോദര സ്ഥാനം മിത്രസ്ഥാനത്തേക്ക് മാറി വരുന്നൊരു സമയമാണ്. ശത്രുക്കളായി നിന്നവർ പോലും ഇപ്പോൾ മിത്രങ്ങളായിട്ട് അടുത്ത് വരാനുള്ള സാധ്യത ഉള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. ഈ സമയം നിങ്ങൾ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക, അതിൽ രാശിചക്രം പരിശോധിക്കുക, നിലവിലെ രാശിയിലെ ഗ്രഹസ്ഥാനങ്ങൾ മനസ്സിലാക്കി ദോഷപരിഹാരങ്ങൾ യഥാവിധി നടത്തി മുന്നോട്ട് കൊണ്ടുപോവുക. ഈശ്വരനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, നവഗ്രഹ പൂജ ചെയ്യുവാൻ ശ്രമിക്കുക, ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുവാൻ സാധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല പ്രവർത്തികൾ ചെയ്യുക, സത്യം പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ദോഷഫലങ്ങൾ പരമാവധി കുറച്ചെടുക്കുവാൻ സാധിക്കും. ഈ സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. തുടർന്ന് വരുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിയിൽ വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്ര ജാതകരാണ്. അപ്പോൾ ഈ കുംഭം രാശിയിലെ കുംഭലഗ്നത്തിൽ വരുന്ന ജാതകർക്ക് ലഗ്നാധിപൻ ആയിട്ട് വരുന്നത് ശനിയാണ്. കുംഭം രാശിക്ക് രാശ്യാധിപനായിട്ടും ശനിയാണ് വരുന്നത്. കുംഭം രാശിക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ് ശനിയുടെ വക്രഗതി മൂലം വന്നു ചേരാൻ പോകുന്നത്. ഈ രാശിക്കാർക്ക് പറഞ്ഞു വരുമ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പാദ ശനിയുടെ കാലഘട്ടമാണ്. അതായത് 7ര ശനിയുടെ അവസാനത്തെ ഭാഗം, അതാണ് പാദശനി എന്ന് പറയുന്നത്. ആ ഒരു ശനി അനുഭവിക്കുന്ന സമയമാണ്. ഈ ഒരു സമയം ശനിയുടെ വക്രഗതി കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ശുഭകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാക്കും എന്നതിൽ സംശയമില്ല. പ്രധാനമായിട്ടും ദുഃഖ നിവാരണമാണ് ഉണ്ടാക്കുന്നത്. മാനസിക പ്രയാസങ്ങൾ അകന്നു പോകുന്ന ഒരു സമയമായിരിക്കും. ജീവിതത്തിലെ സാമ്പത്തികമായതും തൊഴിൽപരമായതുമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ബിസിനസ്സിലൊക്കെ പുരോഗതി കൊണ്ടുവരാൻ സാധിക്കും. തൊഴിൽ മണ്ഡലം വികസിപ്പിച്ചെടുക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ ബിസിനസ് വികസിപ്പിച്ചെടുക്കുവാൻ സാധിക്കും. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതും ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന പല ബന്ധങ്ങളും തിരികെ വരാം. നഷ്ടപ്പെട്ടു പോയ ധനം അല്ലെങ്കിൽ ഭൂസ്വത്ത് അല്ലെങ്കിൽ അതുമായിട്ട് വിലപ്പെട്ട ദ്രവ്യങ്ങൾ അതൊക്കെ തിരികെ വന്നു ചേരുവാനുള്ള ഒരു സമയമായിരിക്കും. ശത്രുതയെല്ലാം മാറിക്കിട്ടുന്ന അകന്നു പോകുന്നൊരു സമയമാണ്. തൊഴിൽപരമായിട്ട് ഉന്നതി ഉണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നതും ഈശ്വരാധീനം കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഇത്. കൂടാതെ തന്നെ പുതുതായിട്ടുള്ള തൊഴിലവസരങ്ങൾ വന്നു ചേരും. അതിനുള്ള യോഗം കാണുന്നുണ്ട്. വളരെയധികം വിജയം പ്രതീക്ഷിക്കാവുന്ന സമയം. വിദ്യാർത്ഥികൾക്കും വിജയം പ്രതീക്ഷിക്കാം. ഉപരിപഠനത്തിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. വിദേശ യാത്രയ്ക്ക്, വിദേശ ജോലിക്ക്, ഗൃഹനിർമ്മാണത്തിന്, വാഹന ലാഭത്തിനൊക്കെ നല്ല സമയമാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാ രീതിയിലും ഏത് രീതിയിൽ എടുത്താലും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കുംഭം രാശിക്കാർക്ക് വരുന്നത്. തുടർന്ന് വരുന്നത് മീനം രാശിയാണ്. മീനം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകരെന്ന് പറയുമ്പോൾ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിവരാണ്. അപ്പോൾ ഈ മീനം രാശിക്കാർക്ക് ജന്മശനിയുടെ കാലഘട്ടം അനുഭവിച്ച് വരുന്നവരാണ് ഇപ്പോൾ നിലവിൽ മീനം രാശിക്കാർ. ഇത് ഏറ്റവും ദോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ജന്മശനിയുടെ ദോഷം അനുഭവിക്കുന്നവർ. അതായത് 7ര ശനിയുടെ രണ്ടാം പാദത്തിൻ്റെ അവസ്ഥയാണ് ജന്മശനി എന്ന് പറയുന്നത്. വളരെ ദോഷമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. ജാതകത്തിൽ ശനി ദുർബലനായിട്ടോ പാപകാരകനായിട്ടോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ആ 100% ജന്മശനി അനുഭവിക്കുന്ന മീനം രാശിക്കാരുണ്ട്. എല്ലാ മീനം രാശിക്കാർക്കും ഒരുപോലെയല്ല അനുഭവങ്ങൾ. ജാതകത്തിൽ ശനിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ദോഷവശങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ നോക്കുക. അതായത് ശനിയുടെ ദശ അല്ലെങ്കിൽ അന്തർദശ അപഹാരം നിലവിൽ നടക്കുന്നവരാണോ, ഗ്രഹങ്ങളുടെ ദോഷങ്ങളുണ്ടോ, ശനി ദോഷങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ കൂടി നടത്തി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാര നിമിത്തം ഈ പറഞ്ഞ ജന്മശനിയിൽ വരുന്ന കുറേ മാറ്റങ്ങൾ, കുറേ ശുഭകരമായിട്ടുള്ള ഫലങ്ങളാണ് ഇവിടെ ഞാൻ വീണ്ടും മീനം രാശിക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നത്. വക്രഗതിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ മീനം രാശിക്കാർക്ക് നേരത്തെ ഉണ്ടായിരുന്നതിന് ഒരു ധനവ്യയം, അതായത് എത്ര കിട്ടിയാലും വരവിനേക്കാൾ അധികം ചിലവായിട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ആ ഒരു അവസ്ഥ മാറിക്കിട്ടും. ധനപരമായിട്ടൊരു ഭദ്രത ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും.
തൊഴിൽപരമായിട്ടും നേട്ടങ്ങളുണ്ടാവും. പല രീതിയിലും പല ഭാഗത്തു നിന്നും ധനവരവ് പ്രതീക്ഷിക്കാം. ഒന്നിൽ കൂടുതൽ തൊഴിൽ വഴി അല്ലെങ്കിൽ കുടിൽ വ്യവസായങ്ങൾ വഴി കൂട്ടുകച്ചവടങ്ങൾ വഴി ലാഭവിഹിതം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. പ്രധാനമായിട്ടും ധനപരമായിട്ടുള്ള ഉയർച്ച തന്നെയാണ് ഈ ഒരു സമയത്ത് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുന്നത്. ധനപരമായിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വന്നവരാണ് ഇപ്പോൾ മീനൻ രാശികൾ നിലവിൽ ഇപ്പോൾ അനുഭവിച്ച് വരുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഉറച്ചു നിൽക്കുവാൻ, ഒരു ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാൻ പോലും പ്രയാസപ്പെട്ട ഒരു കാലഘട്ടം, ജീവിക്കണോ എന്നുള്ള തോന്നൽ തന്നെ വന്നുപോയ ഒരു സമയം, അതിനെല്ലാം മാറ്റം വരികയാണ്. ധനപരമായിട്ട് നല്ല രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാകും. ബിസിനസ് തകർന്നു പോയെന്ന് കരുതി നിൽക്കുന്നവർക്ക് ഓരോ പടിയായിട്ട് മുന്നോട്ട് കയറി വരുവാൻ സാധിക്കും. തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ തൊഴിൽ നേട്ടം ഉണ്ടാകും. പുതിയ തൊഴിൽ പ്രവേശനം ലഭിക്കും. വിദേശയാത്ര നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പല രീതിയിലും വിജയിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. അതിൽ മീനം രാശിക്കാരായ ജാതകർ, പോരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകർ കൂടി ഒന്ന് ഈശ്വരാനുഗ്രഹം വച്ച് പ്രാർത്ഥനയോടെ ശ്രമിക്കുക. ഈ ഒരു സമയം വളരെ വിലപ്പെട്ടതാണ്. ഒരു 4 മാസക്കാലത്തോളം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളുടെ ജീവിതം വളരെ വലിയ രീതിയിൽ വിജയിപ്പിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമായിട്ടും പറയുന്നത് ശനിയുടെ നേർരേഖയിലുള്ള സഞ്ചാരം, മുന്നോട്ടുള്ള സഞ്ചാരം വളരെ മന്ദൻ ഗതിയിലായിരിക്കും. ശനിയുടെ മറ്റൊരു പേരാണ് മന്ദൻ എന്നുള്ളത്. അതായത് വളരെ സാവധാനമാണ് ശനിഗ്രഹം സഞ്ചരിക്കുന്നത് മുന്നോട്ട്. എന്നാൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് അതിനേക്കാൾ ഇരട്ടി വേഗതയിലാണ്, വളരെ വേഗതയിലാണ് ശനിയുടെ പിന്നോട്ടുള്ള സഞ്ചാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മീനം രാശിക്കാർക്ക് ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിലായിരിക്കും നടക്കുന്നത്, വളരെ വേഗത്തിലായിരിക്കും ഉയർച്ചകൾ ഉണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. ആ ഒരു ശനിയുടെ വേഗത മീനം രാശിക്കാർക്കും അനുഭവത്തിലുണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് നേരെ വരുന്ന ഒരു അവസരം, അത് നിങ്ങൾ അതിൻ്റെ പരമാവധിയിൽ ഉപയോഗപ്പെടുത്തിയെടുക്കുവാൻ ശ്രമിക്കുക. പെട്ടെന്നായിരിക്കും നിങ്ങളുടെ വളർച്ചകൾ ഉണ്ടാവുക. ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടൊക്കെ ഒരു വളർച്ച ഉണ്ടാകുന്നത് വളരെ വേഗത്തിലായിരിക്കും. അതുകൊണ്ട് വരുന്ന അവസരങ്ങളെ അതിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തിയെടുക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ ജാതകം കൂടി പരിശോധിച്ച് നിലവിലെ ദശ, അന്തർദശ, അപഹാരം എന്നിവ മനസ്സിലാക്കുക. ഗ്രഹദോഷങ്ങളുണ്ടെങ്കിൽ ദോഷഫലങ്ങൾ യഥാവിധി നടത്തി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക. അപ്പോൾ ഈ രീതിയിലായിരിക്കും ജൂലൈ 13 മുതൽ തുടങ്ങുന്ന ശനിയുടെ വക്രഗതിയിൽ 7 രാശിക്കാർക്ക് വരുന്ന യോഗഫലങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ ശനീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.